ബാച്ചിലർ ഇൻ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി അഥവാ BASLP. കേൾവി, സംസാരം, ഭാഷ, കമ്മ്യൂണിക്കേഷൻ ഡിസോർഡേഴ്സ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ, വൈകല്യങ്ങൾ എന്നിവ പരിഹരിക്കാനായി പരിശീലനം നൽകുന്നവരെ വാർത്തെടുക്കുകയാണ് ബാച്ചിലർ ഇൻ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി എന്ന കോഴ്സിലൂടെ. അനാട്ടമി, ഫിസിയോളജി, സൈക്കോളജി, സ്പീച്ച് പാത്തോളജി, ലാംഗ്വേജ് ഡിസോർഡേഴ്സ് തുടങ്ങി സ്പീച്ചുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഓഡിയോളജി, ഡയഗ്നോസ്റ്റിക് ഓഡിയോളജി, ഹിയറിംഗ് എയ്ഡ് പ്രൊസീജിയേഴ്സ് തുടങ്ങി കേൾവിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമാകും ഇവർക്ക് പഠിക്കേണ്ടി വരിക. ഈ കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം നിങ്ങൾക്ക് ഓഡിയോളജിസ്റ്റായിട്ടോ സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിസ്റ്റായിട്ടോ വർക്ക് ചെയ്യാം. ഓഡിയോളജിസ്റ്റ് എന്നത് കേൾവിശക്തിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വിലയിരുത്തുകയും ഹിയറിംഗ് ടെസ്റ്റുകൾ നടത്തുകയും ഹിയറിംഗ് എയ്ഡ്സ് പോലുള്ള റീഹാബിലിറ്റേഷൻ സർവീസ് നൽകുകയും ചെയ്യുന്ന പ്രൊഫഷണലുകളാണ്. അതേസമയം സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിസ്റ്റ് കുട്ടികളിലും മുതിർന്നവരിലും കാണുന്ന സംസാരം, ഭാഷ, ശബ്ദം, വിഴുങ്ങൽ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വിലയിരുത്തി തെറാപ്പി നൽകുന്ന പ്രൊഫഷണലുകളാണ്. BASLP കഴിഞ്ഞവർക്ക് പ്രധാനമായും ഹോസ്പിറ്റൽസ്, റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ്, ENT ക്ലിനിക്, സ്പെഷ്യൽ സ്കൂൾസ്, ഹിയറിംഗ് എയ്ഡ് സെൻറ്റേഴ്സ് തുടങ്ങിയവയിൽ ജോലി ചെയ്യാനുള്ള അവസരമുണ്ട്. ഇനി ഹയർ സ്റ്റഡീസ് ആഗ്രഹിക്കുന്നവർക്ക് MSc ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി, MSc ഇൻ സ്പീച്ച് ആൻഡ് ഹിയറിംഗ്, MSc ഇൻ ഓഡിയോളജി തുടങ്ങിയവ അവൈലബിൾ ആണ്. ഗവേഷണ രംഗത്തേക്ക് പോകാനുള്ള അവസരവും ഇവർക്കായുണ്ട്. സാധാരണ മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ പഠിക്കാനായി ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിഷയങ്ങളിൽ 50% മാർക്കോടുകൂടി +2 പാസ്സാവേണ്ടതുണ്ട്. എന്നാൽ BASLP കോഴ്സിനായി ബയോളജി നിർബന്ധമല്ല, പകരം മറ്റേതെങ്കിലും സബ്ജക്റ്റ് പഠിച്ചാൽ മതിയാകും. 4 വർഷം ദൈർഘ്യമുള്ള കോഴ്സാണിത്. 3 വർഷത്തെ പഠനവും 10 മാസത്തെ ഇൻറ്റേൺഷിപ്പുമാണ് ഇതിലുള്ളത്. കേരളത്തിൽ ഈ കോഴ്സ് പഠിക്കാനായി LBSന്റെ കീഴിൽ 8 കോളേജുകളിലായി 107 സീറ്റുകളിലേക്കാണ് അഡ്മിഷൻ നടക്കുന്നത്. അതിൽ 2 സീറ്റ് NRIക്കാർക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. ഇനി കഴിഞ്ഞ വർഷത്തെ LBSന്റെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പ്രകാരം BASLP കോഴ്സിനായി എത്ര സീറ്റുകളുണ്ടെന്നും അവ ഏതെല്ലാം കോളേജിലാണെന്നും എത്ര ഇൻഡെക്സ് മാർക്കിനാണ് അവിടെ അഡ്മിഷൻ നടന്നതെന്നും നമുക്ക് പരിശോധിക്കാം. ആദ്യത്തെ കോളേജ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്, തിരുവനന്തപുരം. അവിടെ 27 സീറ്റുകളാണുള്ളത്. അതിൽ 1 സീറ്റ് NRI സീറ്റാണ്. 14 സീറ്റുകളിലാണ് സ്റ്റേറ്റ് മെറിറ്റിൽ നിന്ന് അഡ്മിഷൻ നടന്നത്. ഏറ്റവും കുറഞ്ഞ സ്റ്റേറ്റ് മെറിറ്റ് ഇൻഡെക്സ് സ്കോർ 297.5. ഇതേ ഇൻഡെക്സ് മാർക്കിലാണ് ഈഴവ വിഭാഗത്തിലെ 2 അഡ്മിഷൻസ് നടന്നിരിക്കുന്നത്. മുസ്ലിം വിഭാഗത്തിലെ ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് സ്കോർ 296.67. EWS വിഭാഗത്തിലെ ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് സ്കോർ 274.17. VK വിഭാഗത്തിൽ നിന്ന് 294.17, BH വിഭാഗത്തിൽ നിന്ന് 285, ധീവര വിഭാഗത്തിൽ നിന്ന് 276.67, PWD വിഭാഗത്തിൽ നിന്ന് 274.17, SC വിഭാഗത്തിൽ നിന്ന് 263.33, LC വിഭാഗത്തിൽ നിന്ന് 260.84 തുടങ്ങിയ ഇൻഡെക്സ് മാർക്കുകളിലാണ് ഇവിടെ അഡ്മിഷൻ നടന്നിരിക്കുന്നത്. ആകെയുള്ള ഒരു NRI സീറ്റിൽ അഡ്മിഷൻ നടന്ന ഇൻഡെക്സ് സ്കോർ 290 ആണ്. മറ്റൊരു കോളേജ് AWH സ്പെഷ്യൽ കോളേജ്, കോഴിക്കോട്. അവിടെ ആകെ 20 സീറ്റുകളാണുള്ളത്. സ്റ്റേറ്റ് മെറിറ്റിൽ 12 അഡ്മിഷൻ നടന്നു. ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് സ്കോറായി വന്നിരിക്കുന്നത് 289.17 ആണ്. അതും 25ാമത്തെ അലോട്ട്മെൻറ്റിലാണ് ഈ അഡ്മിഷൻ നടന്നിരിക്കുന്നത്. മുസ്ലിം വിഭാഗത്തിൽ നിന്ന് 2 അഡ്മിഷനാണ് നടന്നത്. 296.69, 284.17. SC വിഭാഗത്തിൽ നിന്ന് 2 അഡ്മിഷൻ നടന്നു. 250.83, 215 എന്നീ ഇൻഡെക്സ് മാർക്കുകളിലാണ് SC വിഭാഗത്തിൻ്റെ അഡ്മിഷൻ നടന്നത്. BH വിഭാഗത്തിൽ നിന്ന് 296.67, ഈഴവ വിഭാഗത്തിൽ നിന്ന് 294.17, KU വിഭാഗത്തിൽ നിന്ന് 289.17, LC വിഭാഗത്തിൽ നിന്ന് 267.5 ഇൻഡെക്സ് മാർക്കുകളിലും അഡ്മിഷൻ നടന്നിട്ടുണ്ട്. അടുത്ത കോളേജ് BP മെമ്മോറിയൽ കോളേജ് ഓഫ് അലൈഡ് മെഡിക്കൽ സയൻസ് ആണ്. അവിടെ 10 സീറ്റുകളാണുള്ളത്. സ്റ്റേറ്റ് മെറിറ്റിൽ നടന്ന 6 അഡ്മിഷനുകളിൽ ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് മാർക്കായി വന്നത് 299.17 ആണ്. ഈഴവ വിഭാഗത്തിൽ നിന്ന് 2 അഡ്മിഷൻസ് ആണ് നടന്നത്. 298.34, 292 ഇൻഡെക്സ് മാർക്കിലാണ് ഈ അഡ്മിഷൻസ് നടന്നത്. മുസ്ലിം വിഭാഗത്തിൽ നിന്ന് 298.34, SC വിഭാഗത്തിൽ നിന്ന് 275.83 ഇൻഡെക്സുകളിലും അഡ്മിഷൻസ് നടന്നിട്ടുണ്ട്. അടുത്തൊരു കോളേജാണ് മാർത്തോമ കോളേജ് ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ. ഇവിടെ 20 സീറ്റുകളുണ്ട്. 14 സീറ്റുകളിലാണ് കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് മെറിറ്റിൽ അഡ്മിഷൻ നടന്നത്. ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് മാർക്കായി വന്നത് 287.5. അതും 23ാമത്തെ അലോട്ട്മെൻറ്റിലാണ് നടന്നിരിക്കുന്നത്. മുസ്ലിം വിഭാഗത്തിൽ നിന്ന് 291.67, ഈഴവ വിഭാഗത്തിൽ നിന്ന് 285, ബാക്ക്വേഡ് ഹിന്ദു വിഭാഗത്തിൽ നിന്ന് 276.66, LC വിഭാഗത്തിൽ നിന്ന് 261.67, SC വിഭാഗത്തിൽ നിന്ന് 244.17, ST വിഭാഗത്തിൽ നിന്ന് 205.83, ധീവര വിഭാഗത്തിൽ നിന്ന് 287.5 എന്നീ ഇൻഡെക്സുകളിലാണ് ഇവിടെ അഡ്മിഷൻ നടന്നിരിക്കുന്നത്.
മറ്റൊരു കോളേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേറ്റീവ് ആൻഡ് കോഗ്നിറ്റീവ് ന്യൂറോ സയൻസ്. ഇവിടെ ആകെ 20 സീറ്റുകളാണുള്ളത്. അതിലൊന്ന് NRI സീറ്റാണ്. 12 സ്റ്റേറ്റ് മെറിറ്റ് അഡ്മിഷനാണ് കഴിഞ്ഞ വർഷം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്നത്. ഏറ്റവും കുറഞ്ഞ സ്റ്റേറ്റ് മെറിറ്റ് ഇൻഡെക്സ് സ്കോർ 289.17. ഇത് നടന്നിരിക്കുന്നത് 25ാമത്തെ അലോട്ട്മെൻറ്റിലാണ്. ഈഴവ വിഭാഗത്തിലെ 2 അഡ്മിഷൻ നടന്നിരിക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് മാർക്കായി വന്നത് 278.34 ആണ്. 293.34 ഇൻഡെക്സിൽ മുസ്ലിം വിഭാഗത്തിലെ 2 അഡ്മിഷൻസാണ് നടന്നിരിക്കുന്നത്. SC വിഭാഗത്തിൽ നടന്ന 2 അഡ്മിഷനുകളിൽ ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് സ്കോറായി വന്നത് 244 ആണ്. NRI സീറ്റിൽ നടന്ന അഡ്മിഷൻ 281.66 ഇൻഡെക്സ് മാർക്കിനാണ്. മറ്റൊരു കോളേജ് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്. ഇവിടെ ആകെ 10 സീറ്റുകളാണുള്ളത്. സ്റ്റേറ്റ് മെറിറ്റിൽ ആകെ 6 അഡ്മിഷൻസാണ് നടന്നത്. ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് മാർക്ക് വന്നിരിക്കുന്നത് 288.33 ആണ്. മുസ്ലിം വിഭാഗത്തിൽ നടന്ന അഡ്മിഷൻ 285.83 ഇൻഡെക്സ് മാർക്കിനായിരുന്നു. ഈഴവ വിഭാഗത്തിൽ നിന്ന് 2 അഡ്മിഷൻസാണ് നടന്നത്. 275ഉം 244.17. SC വിഭാഗത്തിൽ നിന്ന് 235 ഇൻഡെക്സ് മാർക്കിനും ഒരു അഡ്മിഷൻ നടന്നിട്ടുണ്ട്. അടുത്തത് സ്റ്റേറ്റ് മെറിറ്റ് ഇൻഡെക്സിലെ ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് മാർക്കുകൾ നോക്കാം. സ്റ്റേറ്റ് മെറിറ്റിലെ ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് സ്കോർ 287.50 ആണ്. മാർത്തോമ കോളേജ് ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷനിലാണ് ഈ അഡ്മിഷൻ നടന്നിരിക്കുന്നത്. 288.33, 289.17 ഇൻഡെക്സ് മാർക്കുകളിലും അഡ്മിഷൻ നടന്നിരുന്നു. അടുത്തത് ഈഴവ വിഭാഗമാണ്. ഈഴവ വിഭാഗത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് സ്കോർ 244.17. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിലാണ് ഈ അഡ്മിഷൻ നടന്നിരിക്കുന്നത്. 278.34, 285 തുടങ്ങിയ ഇൻഡെക്സ് മാർക്കുകളിലും അഡ്മിഷൻ നടന്നിരിക്കുന്നു. മുസ്ലിം വിഭാഗത്തിലെ ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് മാർക്കായി വന്നിരിക്കുന്നത് 284.17 ആണ്. AWH സ്പെഷ്യൽ കോളേജിലാണ് ഈ അഡ്മിഷൻ നടന്നിരിക്കുന്നത്. 285.83, 291.67 തുടങ്ങിയ ഇൻഡെക്സ് മാർക്കുകളിലും അഡ്മിഷൻ നടന്നിരിക്കുന്നു. SC വിഭാഗത്തിൽ നിന്ന് ആകെ 3 അഡ്മിഷനാണ് നടന്നത്. ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് മാർക്ക് 260.84. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് തിരുവനന്തപുരത്താണ് ഈ അഡ്മിഷൻ നടന്നത്. 261.67, 267.50 തുടങ്ങിയ ഇൻഡെക്സ് മാർക്കിലും LC വിഭാഗത്തിൽ നിന്ന് അഡ്മിഷൻ നടന്നു. EH വിഭാഗത്തിൽ നിന്ന് നടന്ന 2 അഡ്മിഷനുകളിൽ ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് സ്കോറായി വന്നിരിക്കുന്നത് 276.66 ആണ്. മാർത്തോമ കോളേജ് ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷനിലാണ് ഈ അഡ്മിഷൻ നടന്നത്. 285 ഇൻഡെക്സ് മാർക്കിലും BH വിഭാഗത്തിൽ നിന്ന് അഡ്മിഷൻ നടന്നിട്ടുണ്ട്. BASLPയിലേക്ക് ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് സ്കോറിൽ അഡ്മിഷൻ നടന്നത് ധീവര വിഭാഗത്തിൽ നിന്നാണ്. മാർത്തോമ കോളേജ് ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ 187.51 ഇൻഡെക്സിനാണ് ഈ അഡ്മിഷൻ നടന്നത്. 276.67 ഇൻഡെക്സ് മാർക്കിലും ധീവര വിഭാഗത്തിൽ നിന്ന് അഡ്മിഷൻ നടന്നിരുന്നു. BASLPയിൽ NRIക്കായി 2 സീറ്റുകളാണ് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് തിരുവനന്തപുരത്ത് 290 ഇൻഡെക്സ് മാർക്കിനും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേറ്റീവ് ആൻഡ് കോഗ്നിറ്റീവ് ന്യൂറോ സയൻസിൽ 281.66 ഇൻഡെക്സിനും ആണ് അഡ്മിഷൻ നടന്നത്. കൂടാതെ EWS വിഭാഗത്തിൽ നിന്ന് ആകെ ഒരു അഡ്മിഷൻ നടന്നത് 274.17 ഇൻഡെക്സ് മാർക്കിനാണ്. അതുപോലെ തന്നെ KU വിഭാഗത്തിൽ നിന്ന് 289.17 ഇൻഡെക്സ് മാർക്കിനും അഡ്മിഷൻ നടന്നു. VK വിഭാഗത്തിൽ നിന്ന് 294.17 ഇൻഡെക്സ് മാർക്കിനാണ് അഡ്മിഷൻ നടന്നത്. അതുപോലെ ST വിഭാഗത്തിൽ നിന്ന് 205.83 ഇൻഡെക്സ് മാർക്കിനും PWD വിഭാഗത്തിൽ നിന്ന് 274.17 ഇൻഡെക്സ് മാർക്കിനും അഡ്മിഷൻ നടന്നിരുന്നു. ഈ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് അനുസരിച്ച് കൂടുതൽ ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്കാണ് ഈ കോഴ്സിൽ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. എങ്കിലും സ്പോട്ട് അഡ്മിഷൻ്റെ സമയത്ത് ഇൻഡെക്സ് മാർക്ക് കുറഞ്ഞവർക്കും അവസരമുണ്ടായിട്ടുണ്ട്. എന്നാൽ സ്പോട്ട് അഡ്മിഷൻ സമയം വരെ അഡ്മിഷനായി കാത്തിരിക്കുന്നത് ബുദ്ധിയല്ല എന്നറിയുക. ഭാഗ്യപരീക്ഷണത്തിന് മുതിരാതെ നമ്മുടെ ഇൻഡെക്സ് മാർക്കിനനുസരിച്ച് ഉചിതമായ തീരുമാനങ്ങളെടുക്കാൻ നമുക്ക് കഴിയണം.